ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ശ്രുതി ടെൻഷൻ വന്ന് ജിലേബി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എല്ലാവരും എന്നോട് കല്യാണത്തിന്റെ കാരണമാണ് ചോദിക്കുന്നത്. ആ കാരണം എനിക്ക് പോലും അറിയില്ല. എല്ലാവർക്കും ഉള്ള മറുപടി അയാൾ തന്നെയല്ലേ കൊടുക്കേണ്ടത്. അയാൾ എന്തായിരിക്കും കാരണം? എന്നോട് പോലും അത് പറയുന്നില്ലല്ലോ. ഞാൻ അയാളെ വിഷമിപ്പിച്ചെന്നല്ലേ അയാൾ പറഞ്ഞത്. ഇനി ആ ഷ്യാമിന്റെ കാര്യമെല്ലാം അറിഞ്ഞിട്ടാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയണ്ടേ? എന്നാലും തുറന്നു പറയുമ്പോൾ സൂക്ഷിക്കണം. ചിലപ്പോൾ അത് എൻ്റെ ജീവിതത്തെ തന്നെ ബാധിച്ചാലോ? ഇത് തുറന്ന് പറയുന്നതാണോ പറയാതിരിക്കുന്നതാണോ ശ്രുതി നല്ലത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര എന്ന് പറഞ്ഞിട്ട് ശ്രുതി ആ ജിലേബി അവിടെ എടുത്തു വെച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ മനോരമ അവിടേക്ക് വന്നിട്ട് പറയുകയാണേ, ജിലേബിയോ? ഇന്ന് ജിലേബിയോ? ഇതെന്താ എല്ലാ ദിവസവും ജിലേബി ഉണ്ടാക്കുക? ഇവിടെ എന്താ സ്വീറ്റ് ഫാക്ടറി വല്ലതും ഉണ്ടോ? ഇതാരാ ഇപ്പോൾ ഉണ്ടാക്കിയത്? ഇതെല്ലാം കേട്ടുകൊണ്ട് വന്ന് അഞ്ജലി പറയുകയാണ്, ജിലേബിയാണോ? എങ്കിൽ പിന്നെ ശ്രുതി തന്നെയായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ മനോരമ പറയാം, അതെന്താ അവൾ എന്തിനെ എപ്പോഴും ജിലേബി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ അഞ്ജലി പറയാണ്, അത് പിന്നെ ആൻറ്റിക്ക് അറിയില്ലേ, അവൾക്ക് എന്ത് ടെൻഷൻ വന്നാലും അവൾ അപ്പോൾ ജിലേബി ഉണ്ടാക്കും. മനോരമ പറയാം, അത് ഞാൻ അനുവദിക്കില്ല. ഐ ആം നോട്ട് അലൗഡ് ദിസ്. അതൊക്കെ അവളുടെ വീട്ടിൽ മതി, ഇവിടെ നടക്കില്ലെന്ന് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറയാൻ പോകും. ഇത് കേട്ടിട്ട് ഷ്യാം വന്നിട്ട് പറയാം, സാരമില്ല ആൻറ്റി, ഇന്നത്തെ പ്രശ്നങ്ങൾ കൊണ്ട് അവൾക്ക് ടെൻഷൻ വന്നിട്ട് ഉണ്ടാക്കി പോയതായിരിക്കും. അപ്പോൾ മനോരമ ചോദിക്കുക, എൻ്റെ മൈ ഗോഡ്, ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഷ്യാം ബേബി എങ്ങനെ അറിഞ്ഞു? അഞ്ജലി ബേബി പറഞ്ഞു. അപ്പോൾ അഞ്ജലി പറയാം, ഇല്ല, ഷ്യാമേട്ടൻ പിന്നെ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞത്? അപ്പോൾ ഷ്യാം പേടിച്ചിങ്ങനെ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ സമയത്ത് അശ്വൻ വന്നിട്ട് പറയാ, ഞാൻ തന്നെ അളിയനോട് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ശ്രുതിയുടെ കാര്യത്തിൽ ഷ്യാമേട്ടന് ഒരു പ്രത്യേക ടെൻഷനുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യവും ബ്രീഫ് ചെയ്തത് ഞാൻ തന്നെയാണ്. എൻ്റെ വൈഫിൻ്റെ കാര്യം എനിക്കറിയില്ലേ, അവൾക്ക് ടെൻഷൻ വരുമ്പോൾ അവളുടെ വിഷമവും എല്ലാം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അവളുടെ കാര്യത്തിൽ എനിക്ക് പ്രത്യേക കരുതല. അപ്പോൾ അഞ്ജലി പറയാ, ഓഹോ, അളിയന്മാർ രണ്ടുപേരും പറഞ്ഞ കാര്യമൊന്നും ഞാൻ അറിയണ്ടേ? മനോരമ പറയാ, എന്നിട്ട് ഷ്യാം ബേബി അത് പറഞ്ഞില്ലല്ലോ, കള്ളൻ. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് എവിടേക്ക് വന്നിട്ട് എന്താ ഇവിടെ ഒരു സംസാരം? മനോരമ പറയാ, ഞങ്ങൾ ആ ശ്രുതിയെ പറ്റി സംസാരിച്ചുകൊണ്ട് നിന്നതാ. എനിക്ക് പറയാ, ശ്രുതിയോ? അല്ല, വേറെ ശ്രീ. അതുപോട്ടെ, ഞാൻ കല്യാണത്തിനടുത്ത വീഡിയോ കാണണ്ടേ, അത് മ്യൂസിക് ഇട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാവരും കാണാൻ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുക. അപ്പോൾ അഞ്ജലി പറയുകയാണ്, അതെ അതെ, അന്നത്തെ തിരക്കിൽ ഞാൻ കല്യാണം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് വീഡിയോ കാണാം. അപ്പോൾ മനോരമ പറയാം, അതെ, ഞാനും അത് തന്നെ വിചാരിച്ചത്, എൻ്റെ സാരി എങ്ങനെയുണ്ടെന്ന് നോക്കണം. എനിക്ക് ബേബി, യു ഗോ ആൻഡ് പ്ലേ വീഡിയോ, വി കം ആൻഡ് സീ എന്ന് പറഞ്ഞിട്ട് ഒരു ജിലേബി എടുത്തിട്ട് മനോരമ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ഷ്യാമും അശ്വിനും പരസ്പരം തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും ചേർന്ന് ആ വീഡിയോ പ്ലേ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനോരമ വളരെ സന്തോഷത്തോടെ ഇരുന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജിലേബി കഴിക്കുന്നു, വീഡിയോ കാണുന്നു. ഈ സമയം അഞ്ജലി പറയുകയാണ്, ദേ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും മുഖത്ത് നാണം കണ്ടില്ലേ? അങ്ങനെ എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മനോരമ പറയാം, അല്ല, ഗ്രൂമിൻ്റെ മദറായ എന്നെ ഈ വീഡിയോയിലൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് പറയുകയാണ്, ദേ ദേ അത് മനോരമ തന്നെയാണ്. അപ്പോൾ മനോരമ പറയാം, ഞാനോ? അതൊന്നും ഞാനല്ല, എൻ്റെ ഒരു പൊടി പോലും എടുത്തു വെച്ചിട്ടില്ലല്ലോ. നീ ഒന്ന് തുമ്മിയപ്പോൾ പോലും എൻ്റെ ഒരു വീഡിയോ എടുത്തില്ല അല്ലേ? അപ്പോൾ എല്ലാവരും ചിരിക്കുമ്പോൾ മനോരമ പറയാം, അങ്ങനെ എല്ലാവരും അങ്ങനെ ലാഫണ്ട, ഇതിൻ്റെ കാരണക്കാരാണെന്ന് എനിക്കറിയാം. ഇവളുടെയൊക്കെ അമ്മായി ഉണ്ടല്ലോ, അവൾ പറഞ്ഞിട്ടായിരിക്കും എൻ്റെ ഈ വീഡിയോ എടുക്കാഞ്ഞത്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, അതുകൊണ്ടൊന്നുമല്ല, നീ സാരിയൊക്കെ എടുത്ത് അവിടെ എവിടെയൊക്കെ കറങ്ങി നടക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. അപ്പോൾ മനോരമ പറയാം, ഞാൻ നല്ല പോലെ ഒരുങ്ങി സാരി ഉടുത്ത് വന്നത് ആർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് മനഃപൂർവ്വമാണ് എന്നെ നെഗ്ലക്റ്റ് ചെയ്തത്. എനിക്ക് നന്നായിട്ട് അറിയാം എന്നോടുള്ള അസൂയ മൂത്ത് ഇവളുമാരെല്ലാം ചെയ്തതാണെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയാം, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട മനോരമ. എനിക്ക് പറയാണ്, ഇനിയുള്ള ക്ലിപ്പിൽ ആന്റി ഉണ്ടെന്ന് പറയുമ്പോൾ മനോരമ, പിന്നെ അതെ ഈ രാധയും ഗോപികയൊക്കെയല്ലേ ഉള്ളത്, നിങ്ങളിരുന്ന് കണ്ടാൽ മതിയെന്ന് പറഞ്ഞ് മനോരമ എണീറ്റ് പോകുന്നു. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, എന്ത് നല്ല കാര്യം നടക്കുമ്പോൾ ഇവൾ അലമ്പുണ്ടാക്കും, ഇനി എന്തിനാ സന്തോഷത്തോടെ ഈ വീഡിയോ കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അപ്പോൾ പ്രീതി പറയുകയാണ്, ആന്റിക്ക് സങ്കടമായി കാണുമല്ലേ? അപ്പോൾ ആകാശ് പറയും, അത് ഇവിടെ പതിവുള്ളതാ. അങ്ങനെ അടുത്തതായിട്ട് കാണിക്കുന്നത് മനോരമ റൂമിൽ പിണങ്ങിയിരിക്കുമ്പോൾ പ്രീതി കഥകിൽ മുട്ടിയിട്ട് മനോരമയ്ക്കുള്ള സ്വീറ്റ്സുമായിട്ട് അകത്തേക്ക് വരുന്നു. മനോരമയാണെങ്കിൽ ദേശിച്ച് ചാടി എഴുന്നേറ്റിട്ട്, നിന്നോട് എൻ്റെ കൺമുന്നിൽ വന്നു പോരെന്ന് പറഞ്ഞിട്ടുള്ളല്ലേ, നീ എന്തിനാ പിന്നെ ഇങ്ങോട്ട് കയറി വന്നത്? പ്രീതി പറയാം, ആൻറ്റി ഇങ്ങനെ പിണങ്ങി ആഹാരം കഴിക്കാതിരുന്ന് എല്ലാവരും എൻ്റെ അല്ലേ കുറ്റം പറയുന്നത്. അപ്പോൾ മനോരമ പറയുകയാണ്, ഓഹോ, എല്ലാവരെയും പ്രീതിപ്പെടുത്താനാണ് നീ ഇവിടെ വന്നിരിക്കുന്നത്. നിന്റെ അനിയത്തിയുടെ ഒരടവും ഈ വീട്ടിൽ നടക്കില്ല, ഒരു പ്ലാൻ നടക്കില്ല എന്ന് പറയുമ്പോൾ പ്രീതി പറയാം, ആൻറ്റി വിചാരിക്കുന്ന പോലെയല്ല, ഞങ്ങൾ രണ്ടുപേരും ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. മനോരമ ദേഷിച്ച് പറയാണ്, നിന്റെ ഈ ഷുഗർ വരേണ്ട വാക്കുകളൊന്നും എൻ്റെ അടുത്ത് വേണ്ട. നീ എന്താടി കൊണ്ടുവന്നിരിക്കുന്നത്? ലഡുവും ജിലേബിയും. ആഹാ, എനിക്ക് ഷുഗർ ഇഷ്ടമല്ലെന്ന് നിന്റെ കാരണൂടെ. അപ്പോൾ പ്രീതി പറയാം, അല്ല ആൻറ്റിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ ഇതൊക്കെ, അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ട് വന്നതെന്ന് പറയുമ്പോൾ മനോരമ പറയാം, ആര് പറഞ്ഞു ഞാൻ ഷുഗർ കഴിക്കാറില്ല? നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം, ഇതെല്ലാം കഴിച്ച് ഞാൻ ഇപ്പോൾ സ്ലിം ആയിരിക്കുന്നത് തടിച്ചാവണം. നിന്റെ അനിയത്തിയുടെ ലക്ഷ്യം അത് തന്നെയല്ലേടി? അത് നടക്കാൻ പോകുന്നില്ല.
നീ നിന്റെ അനിയത്തി ഇവിടെ ഉള്ളവരെല്ലാം മയക്കിയ പോലെ എന്നെ മയക്കാന്ന് വിചാരിക്കേണ്ട. ഈ മനോരമ വേറെയാ കേട്ടല്ലോ. എൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി എനിക്ക് വേണ്ടത് കൊണ്ടുവരാൻ നീ ആരാടി ഈ വീട്ടിലെ? ഇത് എൻ്റെ വീടാ. ഇവിടെ ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ നോക്കിയാൽ മതി. പിന്നെ അവളുടെ ഒരു ജിലേബി പുറത്ത് പോടി എന്ന് പറഞ്ഞിട്ട് പ്രീതിയെ പുറത്താക്കി കഥ കടയ്ക്കുന്നു. പ്രീതിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ഇത് ആകാശും ശ്രുതിയും കാണുന്നുണ്ട്. മനോരമയാണെങ്കിൽ ആകെ ദേഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ശ്രുതി പ്രീതിയുടെ അടുത്തേക്ക് എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രീതി എടുത്ത് പറയാം, ഇപ്പം ഇവിടെ എന്താ ഉണ്ടായത്? നമ്മൾ എന്ത് ചെയ്താലും അതിൽ കുറ്റം കണ്ടുപിടിക്കാൻ ചിലരൊക്കെ ഉണ്ടാവും. അതിൽ ഒരാളാണ് നിന്റെ അമ്മായിയമ്മ മനോരമ ആൻറ്റി. കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? പിന്നെ മനോരമ ആൻറ്റിയെ എതിർത്ത് ആകാശേട്ടൻ സംസാരിക്കുമെന്ന് ചോദിച്ചാൽ സംസാരിക്കും. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ ചേച്ചിയെ ആകാശേട്ടന്. അപ്പോൾ ഇത്ര ഇഷ്ടമുള്ള ആൾക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹിക്കാമല്ലോ എന്ന് പറഞ്ഞ് എല്ലാം അങ്ങ് സഹിക്കേണ്ട, കുറച്ചൊക്കെ സഹിക്കാം. ഇത് പറയാം. പക്ഷേ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നമ്മളിങ്ങനെ വേദനിപ്പിച്ചാൽ നമ്മൾ പ്രതികരിക്കില്ലേ? അപ്പോൾ ശ്രുതി പ്രതികരിക്കണം. പക്ഷേ അങ്ങനെ പ്രതികരിക്കണ്ട. മുള്ളിനെ നമുക്ക് മുള്ളു കൊണ്ട് തന്നെ നേരിടണം. അതിന് കുറച്ച് പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. മനോരമ എന്ന് പറയുന്ന ഈ മുള്ളിനെ നമുക്ക് മുള്ളു കൊണ്ട് തന്നെ നേരിടാം. അപ്പോൾ പ്രീതി, മുള്ളോ? എന്താ നീ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ശ്രുതി പറയുകയാണ്, മനോരമ ആൻറ്റിക്ക് പൊതുവെ എല്ലാത്തിനോട് കുറച്ച് ആക്രാന്തം കൂടുതലല്ലേ, ഈ ഓർണമെൻറ്റ്സ് പിന്നെ ആഹാരം. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ പ്രയോഗിക്കാം. എൻ്റെ ചേച്ചി വാ, ഞാനിവിടെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി പ്രീതിയായിട്ട് അകത്തേക്ക് പോകുന്നു. അങ്ങനെ അടുക്കളയിൽ ചെന്നിട്ട് ശ്രുതിയും പ്രീതിയും ചേർന്ന് പായസം വെക്കുകയാണ്. ഇതിൻ്റെ മണം അടിച്ചിട്ട് മനോരമ പറയാം, ഈശ്വര എന്തോ നെയ്യിൽ വറുക്കുന്ന മണം എടുക്കുന്നല്ലോ, ചേട്ടത്തി അനിയത്തിയും കൂടി അടുക്കളയിൽ എന്താണോ ഉണ്ടാക്കുന്നത്, ഒന്ന് നോക്കിക്കളയെന്ന് പറഞ്ഞ് മനോരമ എഴുന്നേറ്റ് ചെല്ലുമ്പോൾ പെട്ടെന്ന് മോഹനൻ കഥോർന്ന് അകത്തേക്ക് വരുമ്പോൾ എന്താടി എവിടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ അല്ല മനോരമ പറയാം, അത് പിന്നെ എനിക്കൊരു തലവേദന. അപ്പോൾ മോഹനൻ പറയാണ്, അതിന് ബാം അവിടെ ആ ബോക്സിലുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ മനോരമ പറയാം, അതല്ല എനിക്ക് വല്ലാത്ത സഹിക്കാൻ വയ്യാത്ത തലവേദന. അപ്പോൾ മോഹനൻ പറയാം, എങ്കിൽ പിന്നെ ഒരു ടാബ്ലറ്റ് കഴിക്ക്. അങ്ങനെ മനോരമയാണെങ്കിൽ കഴിച്ചിട്ട് വരാം. അതാ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. മോഹനാണെങ്കിൽ പോയി ബുക്ക് വായിക്കുന്നു. ഈ സമയം മണം ഇങ്ങനെ കൂടി കൂടി വരുമ്പോൾ മനോരമയ്ക്ക് കൺട്രോൾ പോയിട്ട് ദേഷ്യത്തിൽ മോഹനോട് പറയുകയാണ്, എനിക്ക് ഗുളിക ആരെടുത്തിട്ട് വരുന്നത്, പോയി എടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് മോഹനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. എന്നിട്ട് മനോരമ പറയുകയാണ്, ആഹാരമൊക്കെ കഴിച്ചിട്ട് ഇവിടെ വന്ന് കിടക്കുക, എനിക്ക് സഹിക്കാൻ വയ്യ. അനിയത്തിയും ചേട്ടത്തിയുടെ എന്തായിരിക്കും ഉണ്ടാക്കുന്നത്? ബേക്കറിയിലെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നവരല്ലേ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നതിനല്ല. എന്നാലും എൻ്റെ കൺട്രോൾ പോകാൻ പാടില്ല. എനിക്ക് ആഹാരം കൺട്രോൾ കൊതിയൊക്കെ അടക്കി പിടിക്കാൻ എനിക്കും അറിയാം. അങ്ങനെ ഇപ്പം എന്നെ ആരും മയക്കാന്ന് വിചാരിക്കേണ്ട എന്നൊക്കെ മനോരമ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞിട്ടും ഈ മണം സഹിക്കാനാവാതെ മനോരമ അടുക്കളയിൽ എന്താണെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഈ സമയം പ്രീതിയും ശ്രുതിയും സന്തോഷത്തിൽ അടുക്കളയിൽ പായസം വെക്കുന്നു. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. താങ്ക്